السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. गुज़श्ता दिनों കഴിഞ്ഞ ദിവസം ഇവിടെ പത്രങ്ങളിൽ കോളം എഴുതുന്ന ഒരാൾ എഴുതി, അതുപോലെ തന്നെ ഒരു ഓസ്ട്രേലിയൻ രാഷ്ട്രീയക്കാരനും പറഞ്ഞു, ഇസ്ലാമിക അധ്യാപനങ്ങളിൽ ഉള്ള ജിഹാദും അതുപോലുള്ള മറ്റു ചില കൽപ്പനകളാലും ആണ് മുസ്ലിങ്ങൾ തീവ്രവാദികളാകുന്നത്. ഇസ്ലാമിക കൽപ്പനകളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം UK-യിലെയും ഒരു ഭരണാധികാരിയായ രാഷ്ട്രീയക്കാരൻ ഇതുതന്നെ പറഞ്ഞിരുന്നു. ഇസ്ലാമിൽ എന്തൊക്കെയോ കുറച്ച് ചില തീവ്രവാദ കൽപ്പനകൾ ഉണ്ട്, തീവ്രത കാണിക്കേണ്ട അധ്യാപനങ്ങളുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ തീവ്രവാദത്തിലേക്ക് തിരിയുന്നത്. ഇന്ന് ഇസ്ലാമിന്റെ പേരിൽ ഇറാഖിലും സിറിയയിലും തീവ്രവാദ സംഘടനകൾ കുറച്ചു പ്രദേശം കൈയടക്കി തങ്ങളുടെ ഭരണകൂടം സ്ഥാപിച്ചത് അത് കേവലം പാശ്ചാത്യ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തി എന്ന് മാത്രമല്ല, ചില സ്ഥലങ്ങളിൽ മൃഗീയമായ ആക്രമണങ്ങൾ നടത്തി നിഷ്കളങ്കരായവരെ വധിക്കുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ പരാമർശിച്ചിരുന്നു. ഇത് പൊതുജനങ്ങളെ ഭയപ്പെടുത്തിയതോടൊപ്പം ചില രാജ്യങ്ങളിലെ നേതാക്കന്മാർക്ക് അറിവില്ലായ്മ കാരണം, അതല്ലെങ്കിൽ ഇസ്ലാം വിരുദ്ധ ചിന്താഗതി കാരണം ഇസ്ലാമിനെതിരിൽ സംസാരിക്കാനുള്ള അവസരവും നൽകി. പറയുന്നവരും എഴുതുന്നവരും ഇതുകൂടി എഴുതുകയും പറയുകയും ചെയ്യുന്നു. മറ്റു മതങ്ങളുടെ അധ്യാപനങ്ങളിലും തീവ്രവാദം ഉണ്ട്, അത്തരം ചില കൽപ്പനകൾ ഉണ്ട് എന്നത് ശരി തന്നെ. എന്നാൽ അത് വിശ്വസിക്കുന്നവർ ഒന്നുകിൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല, അതല്ലെങ്കിൽ അവസ്ഥകൾക്കനുസരിച്ച് അവർ അതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. കാലഘട്ടത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് അതിന്റെ അധ്യാപനങ്ങളെ ആക്കിത്തീർത്തിരിക്കുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിലാണ് അവർ ശക്തി ചെലുത്തുന്നത്. വിശുദ്ധ ഖുർആനും കാലഘട്ടത്തിനനുസൃതമായി അതിനെ വാർത്തെടുക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. ഏതായിരുന്നാലും ഇതുമൂലം ഈ കാര്യം തെളിയുന്നു. ഇവർ പറയുന്നതനുസരിച്ച് ഇവരുടെ അധ്യാപനങ്ങൾ ഇപ്പോൾ അള്ളാഹുവിനാൽ നൽകപ്പെട്ട അധ്യാപനങ്ങളല്ല,
മറിച്ച് മനുഷ്യൻ നിർമ്മിച്ച അധ്യാപനങ്ങളായി മാറിയിരിക്കുന്നു. ഇത് സംഭവിക്കേണ്ടത് തന്നെയായിരുന്നു. കാരണം ഈ അധ്യാപനങ്ങൾ നിലനിൽക്കുന്നതിനെക്കുറിച്ചോ ഈ അധ്യാപനങ്ങൾ അനുസരിച്ച് അവസാന നാൾ വരെ പ്രവർത്തിക്കുന്നവരെക്കുറിച്ചോ അള്ളാഹുവിന്റെ വാഗ്ദാനം ഇല്ല. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഈ പ്രഖ്യാപനം നടത്തിയപ്പോൾ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, അതായത് ഈ ദിക്ർ അഥവാ വിശുദ്ധ ഖുർആനെ നാം അണിറക്കിയത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതിനെ സംരക്ഷിക്കുന്നതിനുള്ള സംവിധാനവും അവൻ ഒരുക്കി. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഈ ആയത്തിന് വിവിധ അവസരങ്ങളിൽ വിവിധ ഗ്രന്ഥങ്ങളിൽ വിശദീകരണം നൽകിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നു, ചിരപുരാതനമായ അള്ളാഹുവിന്റെ ശീലം ഇതാണ്: ഏതെങ്കിലും സമുദായത്തെ ഏതെങ്കിലും പ്രവൃത്തിയിൽ നിന്ന് വിലക്കുകയാണെങ്കിൽ അവന്റെ വിധിയിൽ തീർച്ചയായും ഈ കാര്യം ഉണ്ടാകും. അവരിൽ ചിലർ ഈ പ്രവൃത്തി ചെയ്യുന്നവരായി മാറും. ഏതുപോലെയെന്നാൽ അവൻ തൗറാത്തിൽ യഹൂദികളെ വിലക്കിയിരുന്നു, നിങ്ങൾ തൗറാത്തും അതുപോലെ മറ്റു ദൈവിക ഗ്രന്ഥങ്ങളിലും മാറ്റിത്തിരുത്തലുകൾ നടത്തരുത്. എന്നാൽ അവരിൽ ചിലർ മാറ്റിത്തിരുത്തലുകൾ നടത്തി, അതിനെ മാറ്റി. എന്നാൽ വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞില്ല. അതായത് നിങ്ങൾ വിശുദ്ധ ഖുർആനെ മാറ്റിത്തിരുത്തരുത്. മറിച്ച് പറഞ്ഞത് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. വീണ്ടും അവിടുന്ന് പറയുന്നു, ഈ ആയത്ത് വ്യക്തമായും പറയുന്നു, ഈ ദിക്റിനെ ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകുമ്പോൾ ആ സമയത്ത് അള്ളാഹു ആകാശത്ത് നിന്ന് തന്റെ ഏതെങ്കിലും സത്യാത്മാവ് മുഖേന ഇതിനെ സംരക്ഷിക്കുന്നതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇവർ ഈ അധ്യാപനത്തെ മായ്ച്ചു കളയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇവരുടെ സ്വന്തം അധ്യാപനം ഒന്നുകിൽ മാഞ്ഞുപോയിരിക്കുന്നു, അതല്ലെങ്കിൽ കേവലം ഗ്രന്ഥം എന്ന നിലയിൽ മാത്രമായി അവശേഷിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇന്ന് സന്ദേശം അയക്കുന്നതിന് വിവിധ മാർഗങ്ങളുണ്ട്. ട്വീറ്റ് ചെയ്യുക, വാട്സ്ആപ്പ് മുതലായവ. അതിൽ ഒരു ചെറിയ ഫിലിം പ്രചരിച്ചുകൊണ്ടിരുന്നു. അതിൽ 2 ആൺകുട്ടികൾ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് അതിനു പുറത്ത് വിശുദ്ധ ഖുർആൻ എന്നെഴുതിയിരുന്നു. അതിൽ നിന്ന് ജനങ്ങൾക്ക് ചില ആയത്തുകളും ഭാഗങ്ങളും വായിച്ചു കേൾപ്പിച്ചുകൊണ്ടിരുന്നു. ഇത് എത്തരം അധ്യാപനങ്ങളാണ്? വിവിധ ആളുകളോട് ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. അവരുടെ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരുന്നു. അവരോട് ചോദിച്ചുകൊണ്ടിരുന്നു. ഓരോരുത്തരും ഇത് വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളാണെന്ന് അറിയുമ്പോൾ, കാരണം പുറത്ത് എഴുതിയിരുന്നു, എല്ലാവരും ഇസ്ലാമിക അധ്യാപനങ്ങളെ ചീത്ത പറയുകയായിരുന്നു. നോക്കൂ, ഇസ്ലാമിക അധ്യാപനങ്ങൾ തന്നെ അപ്രകാരമാണ്. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ അപ്രകാരം പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം ഈ ആൺകുട്ടികൾ ആ ഗ്രന്ഥത്തിന്റെ കവർ തുറന്നു കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് ഇസ്ലാമിന്റെ അധ്യാപനമല്ല, മറിച്ച് ബൈബിളിന്റെ അധ്യാപനങ്ങളാണ്. കാരണം ബൈബിളിൽ നിന്നാണ് ഞങ്ങൾ ഇത് വായിച്ചത്. അപ്പോൾ ആരും അതിനെക്കുറിച്ച് ഒന്നും നെഗറ്റീവായി അഭിപ്രായം പറഞ്ഞില്ല. ഇസ്ലാമിന്റെ പേർ വന്നാൽ ഉടനെ നെഗറ്റീവായി അഭിപ്രായം പറയും. എല്ലാവരും ചിരിച്ചുകൊണ്ട് നിശബ്ദരായി. സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടായിരുന്നു. വളരെ അത്ഭുതത്തോടുകൂടി ഒരാൾ പറഞ്ഞു, അതെയോ, വളരെ അത്ഭുതകരമായ കാര്യമാണ്. ഒരു സ്ത്രീയായിരുന്നു, ഞാൻ ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ബൈബിളിൽ പഠിച്ചിട്ടുണ്ട്, എനിക്കൊരിക്കലും ഈ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല. ഇതാണ് ഇവരുടെ അവസ്ഥ. അഥവാ ഏതെങ്കിലും ഒരു മുസ്ലിം തെറ്റായ കാര്യം ചെയ്താൽ ഇസ്ലാമിലേക്ക് കൂട്ടിച്ചേർത്ത് പറയുന്നു. എന്നാൽ ഇതര മതസ്ഥർ ആരെങ്കിലും ചെയ്താൽ പറയുന്നു, പാവത്തിനറിയില്ല, ഭ്രാന്തനാണ് എന്നൊക്കെ. ചില മുസ്ലിം സംഘടനകളുടെ ഇസ്ലാമിന്റെ പേരിലുള്ള തെറ്റായ പ്രവർത്തികൾ ഇസ്ലാമിന്റെ ദുഷ്പേരിന് കാരണമായിട്ടുണ്ട് എന്ന കാര്യം ഞങ്ങൾ അംഗീകരിക്കുന്നു. എന്നാൽ ഈ കാര്യം വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളെ ആക്രമിക്കുന്നതിന്, എന്നിട്ട് അതിന്റെ പാരമ്യതയിലെത്തുന്നത് ഇസ്ലാമിനെതിരിലുള്ള ഹൃദയത്തിലെ അസൂയയുടെയും വിദ്വേഷത്തിന്റെയും പ്രകടനമാണ്. ഇതിന്റെ ഒരു അങ്ങേയറ്റത്തെ പ്രകടനം ഇന്ന് അമേരിക്കയിലെ ഒരു പ്രസിഡന്റ്
സ്ഥാനാർത്ഥി ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എതിരിൽ പറഞ്ഞതാണ്. ഏതായിരുന്നാലും ഇസ്ലാമിനെതിരിൽ ഇവർ ആഗ്രഹിക്കുന്നത് എന്തും പറഞ്ഞുകൊള്ളട്ടെ. എന്നാൽ ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങളോട് ഒരു മതത്തിന്റെ അധ്യാപനങ്ങൾക്കോ ഇവർ സ്വയം ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങൾക്കോ മത്സരിക്കാൻ സാധ്യമല്ല. ഇവർ പറയുന്നു, ഞങ്ങൾ അവസ്ഥക്കനുസൃതമായി നിയമം മാറ്റിയിരിക്കുന്നു. അള്ളാഹു ഈ കാലഘട്ടത്തിലും തന്റെ വാഗ്ദാനം അനുസരിച്ച് വിശുദ്ധ ഖുർആന്റെ സംരക്ഷണത്തിനായി ഒരു സത്യാത്മാവിനെ അയച്ചു. അദ്ദേഹം ഇസ്ലാമിന്റെ മനോഹര അധ്യാപനങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, വിശുദ്ധ ഖുർആൻ അതിന്റെ മറ്റൊരു പേര് ദിക്ർ എന്നാണ്. അത് ആരംഭകാലത്ത് മനുഷ്യനിൽ മറഞ്ഞിരിക്കുന്നതും മറന്നിരിക്കുന്നതുമായ സത്യങ്ങളും കഴിവുകളും ഓർമ്മപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് വന്നത്. അള്ളാഹുവിന്റെ ഈ വാഗ്ദാനം അനുസരിച്ച് ഇന്നാ ലഹു ലഹാഫിളൂൻ, ഈ കാലഘട്ടത്തിലും ആകാശത്ത് നിന്ന് ഒരു അധ്യാപകൻ വന്നിരിക്കുന്നു. അദ്ദേഹം വആഖിരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം എന്നതിന്റെ പൂർത്തീകരണവും വാഗ്ദാനവുമാണ്. അദ്ദേഹമാണ് നിങ്ങൾക്കിടയിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നീട് അവിടുന്ന് പറയുന്നു, അല്ലാഹു ഇന്നാ നഹ്നു നസ്സൽന സിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന വാഗ്ദാനം നൽകിക്കൊണ്ട് വിശുദ്ധ ഖുർആന്റെയും ഇസ്ലാമിന്റെയും സംരക്ഷണത്തിന്റെ സ്വയം ഉത്തരവാദിയായിരിക്കുന്നു. മുസ്ലിങ്ങളെ ഈ മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും കുഴപ്പങ്ങളിൽ അകപ്പെടുത്തുകയും ചെയ്തില്ല. ഈ പ്രസ്ഥാനത്തെ വിലമതിക്കുന്നവരും ഇതിൽ നിന്ന് പ്രയോജനമെടുക്കുന്നവരും സൗഭാഗ്യവാന്മാരാണ്, അതായത് അദ്ദേഹത്തിന്റെ ജമാഅത്തിൽ ചേർന്നവർ. വീണ്ടും അവിടുന്ന് പറയുന്നു, അള്ളാഹു തന്റെ വാഗ്ദാനം അനുസരിച്ച് വിശുദ്ധ ഖുർആന്റെ മഹത്വം സ്ഥാപിക്കുന്നതിനു വേണ്ടി 14-ാം നൂറ്റാണ്ടിന്റെ തലക്കൽ എന്നെ അയച്ചിരിക്കുന്നു. പറയുന്നു, വിശുദ്ധ ഖുർആന്റെ പിന്തുണയും സഹായവും എന്നോടൊപ്പം ഉണ്ട്. ഇത് ഇന്ന് മറ്റൊരു മതത്തിന്റെ അനുയായിക്കും ലഭ്യമല്ല. ഈ കാര്യങ്ങൾ ഇസ്ലാമിന്റെ എതിരാളികൾക്കുള്ള മതിയായ തെളിവാകുന്നതോടൊപ്പം അവർ പറയുന്നത് മറ്റു മതങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് തങ്ങളെ മാറ്റിയിരിക്കുന്നു. അത് ഈ കാര്യം അംഗീകരിക്കലാണ്. ആ മതം മൃതമായി തീർന്നിരിക്കുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ പ്രൗഢോജ്വലമായ വാക്കുകളിൽ മുസ്ലിങ്ങൾക്കും ഒരു ക്ഷണം ഉണ്ട്. ഇസ്ലാമിനെ ഈ കാലഘട്ടത്തിൽ മീഡിയയിലൂടെയും മറ്റു മാർഗങ്ങളിലൂടെയും ആക്രമിക്കുന്നത് ഇതിനെ തകർക്കുന്നതിനായി ആ വ്യക്തിയുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങളുടെ മഹത്വം കൊണ്ട് ഈ എതിരാളികളുടെ വായടപ്പിക്കുക. ആരാണോ ഇസ്ലാമിൽ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ആക്ഷേപം ഉന്നയിക്കുന്നത്, ഏതൊരു കൂട്ടരും ആളുകളുമാണോ വാളിന്റെ ഫലം കൊണ്ട് ഇസ്ലാം വ്യാപിപ്പിക്കും എന്ന വാദം ഉന്നയിക്കുന്നത്, യഥാർത്ഥത്തിൽ അവർ ഇസ്ലാമിന്റെ എതിരാളികളായ ശക്തികളുടെ ഉപകരണങ്ങളാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് വളരെ വ്യക്തമായ നിലയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, ഈ കാലഘട്ടം വാളുകൊണ്ടുള്ള ജിഹാദിന്റെ കാലഘട്ടമല്ല. വാളുകൊണ്ടുള്ള ജിഹാദിനുള്ള അനുവാദം ആ നിബന്ധനകളോടുകൂടിയാണ് ഇസ്ലാമിന്റെ ആരംഭകാലത്തുണ്ടായ അവസ്ഥകളിലാണ് ലഭിച്ചത്. ശത്രു ഇസ്ലാമിനെ വാളിന്റെ ഫലം കൊണ്ട് ഇല്ലാതാക്കാൻ ആഗ്രഹിച്ചു. ഇസ്ലാം സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും അധ്യാപനങ്ങളാൽ നിറഞ്ഞു കവിഞ്ഞതാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ അധ്യാപനങ്ങൾ പ്രചരിപ്പിക്കേണ്ടത് ആവശ്യമുണ്ട്. ഓരോ അഹമ്മദികളും ഈ അധ്യാപനങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഇതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. അള്ളാഹുവുമായി
ബന്ധം ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. हक अदा कर सकते हैं। അപ്പോഴായിരിക്കും നാം നമ്മൾ അഹമ്മദികളാണ് എന്ന കടമ നിറവേറ്റുന്നവരായി തീരുക. ഇന്ന് നാം അഹമ്മദികളായിക്കൊണ്ട് दोनों को മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. जो लोग इस्लाम पर इतराज करते हैं ഇസ്ലാമിൽ ആരോപണം ഉന്നയിക്കുന്നവർ അവർ ജാഹിലീങ്ങളാണ്. നാം അവർക്ക് അവരുടെ ജഹാലത്തിന്റെ അവസ്ഥ കാണിച്ചു കൊടുക്കണം. ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ സമാധാനത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും അധ്യാപനങ്ങളാണ്. हमने ये तालीम दुनिया വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ നാം ഈ അധ്യാപനങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കണം. जो बगैर इल्म ഇവർക്ക് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ അറിവില്ലാതെ പറയുന്നു ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ ഭീകരതയുണ്ട്, पसंद बनते हैं അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഭീകരവാദികളാകുന്നത്. और जहालत है। ഇത് നിങ്ങളുടെ അറിവില്ലായ്മയും ജഹാലത്തുമാണ്. कि आपस के മുസ്ലിങ്ങൾക്കും പറഞ്ഞു കൊടുക്കണം, और फिरका बंदी से പരസ്പരമുള്ള കൊല്ലും കൊലയും കക്ഷിത്വവും കാരണം നിങ്ങൾ ഇസ്ലാമിനെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. ज्यादा वसाइल तो नहीं है। നമ്മുടെ പക്കൽ അധികം മാർഗങ്ങളില്ല എങ്കിൽ തന്നെയും हम प्रेस मीडिया എത്രത്തോളം നമുക്ക് പ്രസ് മീഡിയ മുഖേന और हर शहर में ഈ പ്രവൃത്തി ചെയ്യാൻ സാധിക്കുമോ എല്ലാ രാജ്യങ്ങളിലും എല്ലാ പട്ടണങ്ങളിലും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ലോകത്തിന് ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള മാർഗം കാണിച്ചു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. अल्लाह ताला के फजल से जमात करीबन അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്തിന് ഏകദേശം എല്ലായിടത്തും ഈ കാര്യത്തിലേക്ക് ശ്രദ്ധയുണ്ട്. എന്നാൽ इस बारे में അവസ്ഥകൾ ആവശ്യപ്പെടുന്നത് इस्तेमाल തുടർച്ചയായി ഇതിനായി മീഡിയകളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് എന്നാണ്. से अवामुन्नास അവരുമായി ബന്ധം വെക്കേണ്ടതാണ്. അവർ മുഖേന പൊതുജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. अमेरिका ने भी इस मामले में काफी അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അമേരിക്കയിൽ ഈ കാര്യത്തിൽ വളരെയധികം ബന്ധമുണ്ട്. മറ്റു രാജ്യങ്ങളിലും എവിടെയാണ് അല്പസ്വല്പം ബന്ധമുള്ളത്. ജർമ്മനിയിലും ഉണ്ട്. करते चले जाने की जरूरत है। അതിനെ വിശാലമാക്കി കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യമുണ്ട്. गुज़श्ता दिनों यहाँ ब्रिटिश पार्लियामेंट में കഴിഞ്ഞ ദിവസം ഇവിടെ ബ്രിട്ടീഷ് പാർലമെന്റിൽ हकीकत के बारे में ഗ്ലാസ്ഗോയിലെ ഒരു MP ഇസ്ലാമിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അഹമ്മദിയ ജമാഅത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, अमन और सलामती ഇസ്ലാമിന്റെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന അഹമ്മദി മുസ്ലിങ്ങളുണ്ട്. ഞാൻ ഗ്ലാസ്ഗോയിലുള്ള അവരുടെ ഒരു പീസ് സിംപോസിയത്തിൽ പങ്കെടുത്തിരുന്നു. इस पर അദ്ദേഹം വളരെയധികം പ്രശംസിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ ഇരുന്നിരുന്ന ആഭ്യന്തരമന്ത്രി जो इस्लाम है ഹോം സെക്രട്ടറിയും പറഞ്ഞു, वो वाकई उसे बिल्कुल അഹമ്മദികൾ സമർപ്പിക്കുന്ന ഇസ്ലാം അത് ഇസ്ലാമിക ഭീകരവാദികൾ കാണിക്കുന്ന ഇസ്ലാമിൽ നിന്ന് തീർത്തും വിഭിന്നമാണ്. अमन पसंद शहरी है। യഥാർത്ഥത്തിൽ അഹമ്മദികൾ സമാധാനം ആഗ്രഹിക്കുന്ന പൗരന്മാരാണ്. എന്നാൽ യാഥാർത്ഥ്യം ഇതാണ്, അഹമ്മദികൾ ഒരു പുതിയ അധ്യാപനമല്ല സമർപ്പിക്കുന്നത്, മറിച്ച് വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഈ ഒരു സംഭവത്തോടുകൂടി നിശബ്ദരായാൽ കുറച്ചു കാലത്തിനു ശേഷം ആളുകൾ മറന്നുപോകും. ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരു ചോദ്യം ഉയർന്നു. ഇപ്പോൾ പ്രശ്നം അവസാനിച്ചു. ഇതിനെ എപ്പോഴും പുതുതായി വെക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. അതായത് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ എന്താണ്? ഭീകരവാദിയെക്കുറിച്ച് നാം നിശബ്ദരായാൽ, खामोश हो गए, लेकिन ഒരിക്കൽ വാർത്ത നൽകി പ്രസ്സിലും നൽകി നിശബ്ദരായി എങ്കിൽ ഏതെങ്കിലും ഭീകരപ്രവർത്തനം ഉണ്ടായാൽ അഥവാ ഇനി ഉണ്ടായിട്ടില്ല എങ്കിൽ തന്നെയും അതിനെക്കുറിച്ച് പത്രങ്ങളിൽ വലിയ വലിയ തലക്കെട്ടുകൾ നൽകുന്നു. അങ്ങനെ ഇസ്ലാം വിരുദ്ധ ആളുകൾക്ക് ഇസ്ലാമിനെതിരിൽ സംസാരിക്കാനുള്ള അവസരം ലഭിക്കുന്നു. जब मैं जापान में था കഴിഞ്ഞ ദിവസം ഞാൻ ജപ്പാനിലായിരുന്നപ്പോൾ पढ़े लिखे तबके അവിടെയും വിദ്യാസമ്പന്നരായ ആളുകളുടെ അഭിപ്രായം ഇതായിരുന്നു. ईसाई पादरी ने എന്നല്ല, कि इस्लाम की तालीम ഒരു ക്രിസ്തീയ പാതിരി പറയുകയും ചെയ്തു, बता रहे हो, ഇസ്ലാമിക അധ്യാപനങ്ങൾ നിങ്ങൾ വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ പറയുന്നത് बल्कि दुनिया ജപ്പാനികൾ ഇത് അറിയേണ്ടതിന്റെ വളരെയധികം ആവശ്യമുണ്ട്, എന്നല്ല ലോകത്തിന് ആവശ്യമുണ്ട്. എന്നാൽ അദ്ദേഹം പറഞ്ഞു, അതിന്റെ പ്രയോജനം അപ്പോഴായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ഈ കാര്യം ഈ ഫംഗ്ഷനിൽ മാത്രം ഒതുക്കരുത്. താങ്കൾ പറയുന്ന ഇതിൽ മറിച്ച് ജപ്പാനിൽ തുടർച്ചയായ പരിശ്രമങ്ങളിലൂടെ ഈ അധ്യാപനങ്ങൾ ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ നീതി ഇഷ്ടപ്പെടുന്ന അന്യരും ഇതാണ് പറയുന്നത്, बल्कि लगातार നിശബ്ദരായിരിക്കരുത്, മറിച്ച് തുടർച്ചയായി ലോകത്തിനു മുന്നിൽ ഈ അധ്യാപനങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴായിരിക്കും പ്രയോജനം ഉണ്ടാവുക. काम है।
ഇനി ഇത് ജപ്പാൻ ജമാഅത്തിന്റെയും ജോലിയാണ്. അവിടെ ആസൂത്രണങ്ങൾ നടത്തി ഈ കാര്യത്തെ പുത്തനാക്കി വെക്കുക. അതുപോലെ ഇവിടെയും ഈ രാജ്യങ്ങളിലും UK-യിലും അതുപോലെ ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലും ഇസ്ലാമിന്റെ മനോഹര അധ്യാപനങ്ങളുടെ ഗ്രാഹ്യം ഏതു പ്രകാരമാണോ നമുക്ക് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ ലഭിച്ചിരിക്കുന്നത് അത് പ്രചരിപ്പിക്കുക. ഈ മനോഹര അധ്യാപനങ്ങൾക്ക് മുന്നിൽ ആർക്കും നിൽക്കാൻ സാധ്യമല്ല. ഈ കാര്യങ്ങളെല്ലാം വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിലാണ് അവിടുന്ന് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. പിന്നീട് കൂടുതൽ ജമാഅത്തിന്റെ സാഹിത്യങ്ങളിലും ഇത് ഒരുപാട് ലഭ്യമാണ്. അള്ളാഹു വിശുദ്ധ ഖുർആന്റെ ശരിയായ വിശദീകരണത്തിനും വ്യാഖ്യാനത്തിനുമായി അതിനെ പ്രചരിപ്പിക്കുന്നതിനും അതിന്റെ അർത്ഥങ്ങളുടെ വിശദീകരണത്തിനുമായി വിശുദ്ധ ഖുർആന്റെ സംരക്ഷണത്തിനു വേണ്ടിയും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിച്ചു. അവിടുന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം തന്റെ ഗ്രന്ഥങ്ങളിലും മൽഫൂസാത്തുകളിലും പ്രസംഗങ്ങളിലും അതിനോടുള്ള കടമ പൂർണ്ണമായും നിറവേറ്റി. ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആന്റെ സംരക്ഷണം അള്ളാഹു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെയാണ് നടത്തിയത്. ഈ ജോലിയാണ് ഇന്ന് എല്ലാ അഹമ്മദികളും ചെയ്യേണ്ടത്. എല്ലാ വിഭാഗത്തിലേക്കും എല്ലാ പ്രകൃതക്കാരിലേക്കും ഈ അധ്യാപനങ്ങളെ എത്തിക്കുക. എല്ലായിടത്തും ഈ പ്രവൃത്തി നിറവേറ്റിക്കൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബൈഅത്തിൽ പ്രവേശിച്ചതിന്റെ കടമ നിറവേറ്റുക. ഇപ്പോൾ ഞാൻ ചില ഉദാഹരണങ്ങൾ കേൾപ്പിക്കാം. അത് ഇസ്ലാമിന്റെ സമാധാന അധ്യാപനങ്ങളുടെ മനോഹാരിത പ്രകടമാക്കുന്നവയാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഒരു സ്ഥലത്ത് പറയുന്നു, ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ഒരു വിധത്തിലുള്ള ഫലപ്രയോഗവും ഇല്ല. വീണ്ടും പറയുന്നു, വലൗ ശാഅ റബ്ബുക ലആമനു മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ. അഫഅൻത തുക്രിഉ الناس ഹത്താ യകൂനു മുഅ്മിനീൻ. അഥവാ അള്ളാഹു തന്റെ ഉദ്ദേശം തന്നെ ഇറക്കുകയായിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും വിശ്വസിക്കുമായിരുന്നു. അള്ളാഹുവും നിർബന്ധിക്കുന്നില്ല എങ്കിൽ നീ ജനങ്ങളെ അവർ വിശ്വസിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണോ? ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, ഇസ്ലാം ഒരിക്കലും ഫലപ്രയോഗത്തിന്റെ കാര്യം പഠിപ്പിച്ചിട്ടില്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നത്, അഥവാ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ള എല്ലാവരും വിശ്വസിക്കുമായിരുന്നു. എന്നാൽ അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചില്ല. അതുകൊണ്ട് തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആഗ്രഹം ഉണ്ടായിട്ടും അള്ളാഹു പറയുന്നു, നീ പറഞ്ഞതുകൊണ്ടും അത് സംഭവിക്കുകയില്ല. ഇത് എല്ലായ്പ്പോഴും ഓർക്കേണ്ടതാണ്. ഈ അധ്യാപനങ്ങളാണ് വളരെ വ്യക്തമായ നിലയിൽ ഇപ്പോൾ ഇസ്ലാമിൽ ഫലപ്രയോഗം ഇല്ല എന്ന കാര്യം പ്രകടമാക്കുന്നത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇസ്ലാം ഒരിക്കലും ഫലപ്രയോഗത്തിന്റെ കാര്യം പഠിപ്പിച്ചിട്ടില്ല. അഥവാ വിശുദ്ധ ഖുർആനും ഹദീസിന്റെ മുഴുവൻ ഗ്രന്ഥങ്ങളും ചരിത്ര ഗ്രന്ഥങ്ങളും ശ്രദ്ധയോടുകൂടി നോക്കുകയാണെങ്കിൽ, മനുഷ്യന് സാധ്യമാകുന്നിടത്തോളം ചിന്തിച്ച് വായിക്കുകയോ കേൾക്കുകയോ ആണെങ്കിൽ ഇത്രയധികം വിശാലമായ നിലയിലുള്ള അർത്ഥം ഉള്ളതിനു ശേഷവും വ്യക്തമായ നിലയിൽ മനസ്സിലാകും. ഈ ആരോപണം, അതായത് ഇസ്ലാം ദീനിനെ ഫലപ്രയോഗത്തിലൂടെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വാളെടുത്തു എന്നത് അങ്ങേയറ്റം ലജ്ജാകരവും അടിസ്ഥാനരഹിതവുമായ ആരോപണം ആണ്. ഇത് അസൂയയിൽ നിന്ന് മാറി നിൽക്കാതെ വിശുദ്ധ ഖുർആനും ഹദീസും ഇസ്ലാമിന്റെ വിശ്വാസയോഗ്യമായ ചരിത്രങ്ങൾ നോക്കാത്തവരുടെ ചിന്താഗതിയാണ്. മറിച്ച് കളവും വ്യാജാരോപണവും പൂർണ്ണമായും പ്രയോഗിക്കുകയും ചെയ്തവരുടെ ചിന്താഗതിയാണ്. എന്നാൽ എനിക്കറിയാം, ആ കാലഘട്ടം സമീപസ്ഥമായിരിക്കുകയാണ്. സന്മാർഗത്തിന്റെ വിശപ്പും ദാഹവുമുള്ളവർ ഈ ആരോപണങ്ങളെക്കുറിച്ച് അറിവുള്ളവരാകും. ആ മതത്തെ നമുക്ക് ഫലപ്രയോഗത്തിന്റെ മതം എന്ന് പറയാൻ സാധിക്കുമോ?
ഏതൊന്നിന്റെ ഗ്രന്ഥം വിശുദ്ധ ഖുർആനിൽ വ്യക്തമായ നിർദ്ദേശമുണ്ട്, ലാ ഇക്രാഹ ഫിദ്ദീൻ, അതായത് ദീനിൽ പ്രവേശിപ്പിക്കുന്നതിൽ ഫലപ്രയോഗം അനുവദനീയമല്ല. നമുക്ക് ആ മഹാനായ നബിയിൽ ഫലപ്രയോഗത്തിന് ആക്ഷേപം ഉന്നയിക്കാൻ സാധിക്കുമോ? ആരാണോ മക്കാമോ അസമയിൽ 13 വർഷം എല്ലാ സുഹൃത്തുക്കൾക്കും രാവും പകലും ഈ ഉപദേശം നൽകി, കുഴപ്പങ്ങളെ നേരിടരുത്, മറിച്ച് സഹനം കൈക്കൊള്ളുക. എന്നാൽ ശത്രുക്കളുടെ തിന്മ പരിധികൾ ലംഘിച്ചപ്പോൾ, ഇസ്ലാം ദീനിനെ തുടച്ചു നീക്കാൻ എല്ലാ സമൂഹങ്ങളും ശ്രമിച്ചപ്പോൾ, അപ്പോൾ ദൈവീക ആത്മീയ അഭിമാനം ആരാണോ വാളെടുത്തത് അവർ വാളുകൊണ്ട് വധിക്കപ്പെടണം എന്നാവശ്യപ്പെട്ടു. അതല്ലാതെ വിശുദ്ധ ഖുർആനിൽ ഒരിക്കലും ഫലപ്രയോഗത്തിന്റെ അധ്യാപനങ്ങൾ നൽകിയിട്ടില്ല. അഥവാ ഫലപ്രയോഗത്തിന്റെ അധ്യാപനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ ഫലപ്രയോഗ അധ്യാപനങ്ങൾ കാരണം പരീക്ഷണാവസരങ്ങളിൽ സത്യവാൻമാരായ വിശ്വാസികളെ പോലെ സത്യത കാണിക്കാൻ യോഗ്യരായി തീരുമായിരുന്നില്ല. ഫലപ്രയോഗം കൊണ്ടാണ് എങ്കിൽ ഹൃദയം കൊണ്ട് സത്യത കാണിക്കാൻ സാധിക്കുകയില്ല, ആത്മാർത്ഥതയുടെ ബന്ധം കാണിക്കാൻ സാധിക്കുകയില്ല. പറയുന്നു, നമ്മുടെ യജമാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളുടെ ആത്മാർത്ഥത അത്തരത്തിലുള്ള ഒരു കാര്യമാണ്. അത് പ്രത്യേകം നമുക്ക് എടുത്തു പറയേണ്ട ആവശ്യമില്ല. വീണ്ടും അവിടുന്ന് പറയുന്നു, ഇസ്ലാമിലെ യുദ്ധങ്ങൾ 3 കാര്യങ്ങളിൽ നിന്ന് പുറത്തല്ല. ഇസ്ലാമിലെ യുദ്ധങ്ങൾ 3 തരത്തിലുള്ള യുദ്ധങ്ങളാണ് ഉള്ളത്. അതായത് ശക്തി ചെലുത്താൻ അനുവാദം നൽകിയത്. പ്രതിരോധം എന്ന നിലയിൽ, അതായത് സ്വന്തം കഴിവിൽ നിന്നുകൊണ്ട് പ്രതിരോധിക്കുക. തങ്ങളുടെ പ്രതിരോധത്തിനായി, അതായത് നിങ്ങളെ ആക്രമിക്കുകയാണ് എങ്കിൽ അത്തരം അവസരങ്ങളിൽ ആയുധമെടുക്കാം. രണ്ടാമത്തേത് ശിക്ഷ എന്ന നിലയിൽ, വധത്തിന് പകരം വധം, ആർക്കെങ്കിലും ശിക്ഷ നൽകണമെങ്കിൽ. മറ്റുള്ളവർ ആക്രമിക്കുകയും രക്തമൊഴുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ എന്ന അവസ്ഥയിൽ, അത് യുദ്ധമാണെങ്കിലും സമാധാനാവസ്ഥയാണെങ്കിലും, അത്തരം സാഹചര്യങ്ങളിൽ ആയുധമെടുക്കാൻ, അത്തരം അവസ്ഥകളിൽ ശിക്ഷ നൽകാൻ അല്ലെങ്കിൽ വധശിക്ഷ നടത്തി. 3, സ്വാതന്ത്ര്യം സ്ഥാപിക്കുന്നതിനു വേണ്ടി, അഥവാ മുസ്ലിം ആകുന്ന കാരണത്താൽ വധിക്കപ്പെടുന്നവരുടെ ഭരണകൂടത്തിന് വേണ്ടി. അവർ ശത്രുക്കൾ നിങ്ങൾ മുസ്ലിങ്ങൾ എന്തിനാണ് ആയിത്തീരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വധിച്ചിരുന്നു. ഇതും മതത്തിന്റെ കാര്യമാണ്. നീ മതം മാറിയിരിക്കുന്നു, അതുകൊണ്ട് നിന്നെ വധിക്കുന്നു. അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഇവർ മുസ്ലിങ്ങളെ വധിച്ചുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഇവർക്കെതിരിലും വാളെടുക്കേണ്ടതാണ്, വാളെടുക്കാവുന്നതാണ്. അവിടുന്ന് പറയുന്നു, ഈ 3 കാരണങ്ങൾ കൊണ്ടല്ലാതെ വാളെടുക്കാൻ മറ്റൊരു കാരണവും ഇല്ല. പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ വ്യക്തമായ കൽപ്പനകളുണ്ട്. ദീനിനെ പ്രചരിപ്പിക്കുന്നതിനായി വാളെടുക്കരുത്. ദീനിന്റെ സ്വന്തമായ മഹത്വവും അവതരിപ്പിക്കുക, നല്ല മാതൃകയിലൂടെ തങ്ങളിലേക്ക് ആകർഷിക്കുക. ആരംഭത്തിൽ ഇസ്ലാമിൽ വാളെടുക്കാനുള്ള കൽപ്പനയുണ്ടായി എന്ന് വിചാരിക്കരുത്. കാരണം ആ വാളുകൾ ദീനിനെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയല്ല ഊരിപ്പിടിച്ചത്, മറിച്ച് ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് തങ്ങളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഊരിയത്. എന്നാൽ ദീനിനു വേണ്ടി ബലപ്രയോഗം നടത്തുക എന്ന ഉദ്ദേശം ഒരിക്കലും ഉണ്ടായിരുന്നില്ല. പറയുന്നു, ഏതൊരു കൂട്ടരാണോ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ വാളുകൊണ്ട് പ്രചരിപ്പിക്കണം എന്ന കാര്യം മാത്രം അറിയുന്നത്, അവർ ഇസ്ലാമിന്റെ സ്വന്തം മഹത്വം അംഗീകരിക്കുന്നവരല്ല. അവരുടെ നടപടി മൃഗങ്ങളുടെ നടപടിക്ക് താദാത്മ്യം പുലർത്തുന്നതാണ്. മൃഗങ്ങളാണ്. വിശുദ്ധ ഖുർആന്റെ ഫലപ്രയോഗത്തിലൂടെ ദീനിൽ ഉൾപ്പെടുത്തരുത് എന്ന ഈ കൽപ്പന ആക്ഷേപകരുടെ ആക്ഷേപങ്ങൾക്ക് മതിയായതാണ്. ബുദ്ധിയുള്ളവർ ഈ കാര്യം മനസ്സിലാക്കുന്നു. ഇസ്ലാമിനെ തെറ്റായ മാർഗങ്ങളിലൂടെ അപമാനിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് വിദ്യാസമ്പന്നരായ ആളുകൾ, ഏതുവരെ എന്നാൽ ക്രിസ്തീയ പാതിരി പോലും പറഞ്ഞു, ഇസ്ലാമിന്റെ സമാധാന സന്ദേശം വളരെയധികം പ്രചരിപ്പിക്കുക. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ വാക്കുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ആളുകൾ പറയുമ്പോൾ, സന്മാർഗത്തിന്റെ വിശപ്പും ദാഹവുമുള്ളവർ ഈ വ്യാജാരോപണങ്ങളെ കുറിച്ച് അറിവുള്ളവരായി മാറും. അവർക്ക് യഥാർത്ഥത്തിലുള്ള അധ്യാപനം എന്താണ് എന്നറിയുമ്പോൾ, എന്നാൽ അതോടൊപ്പം നമ്മയും ഹദ്റത്ത് മസീഹ് മൗഊദ് വസ്സലാം ശ്രദ്ധിപ്പിക്കുകയുണ്ടായി. ദീനിന്റെ സ്വന്തമായ മഹത്വം അവതരിപ്പിക്കുക, ദീനിന്റെ ശ്രേഷ്ഠത പ്രകടിപ്പിക്കുക,
അത് അവതരിപ്പിക്കാൻ സാധിക്കുക സ്വയം അറിയുമ്പോഴായിരിക്കും. തങ്ങളുടെ അറിവിനെ വർദ്ധിപ്പിക്കുക. രണ്ടാമത്തെ കാര്യമായി പറഞ്ഞു, നല്ല മാതൃകയിലൂടെ തങ്ങളിലേക്ക് ആകർഷിക്കുക, തങ്ങളുടെ നല്ല മാതൃക സ്ഥാപിക്കുക. നിങ്ങളെ കണ്ടുകൊണ്ട് ജനങ്ങൾ നിങ്ങളിലേക്ക് വരണം. ഇത് ഓരോ അഹമ്മദിയുടെയും വളരെ വലിയ ഉത്തരവാദിത്വമാണ്. ദീനിന്റെ സ്വന്തമായ ശ്രേഷ്ഠത അവതരിപ്പിക്കുന്നതിനു വേണ്ടി വിശുദ്ധ ഖുർആന്റെ അറിവ് സ്വായത്തമാക്കുക. പിന്നീട് തങ്ങളുടെ മാതൃക കാണിച്ചുകൊണ്ട്, തങ്ങളുടെ നല്ല മാതൃക കാണിച്ചുകൊണ്ട് ആളുകളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുക. ഈ അറിവും പ്രവൃത്തിയും തന്നെയാണ് ഇത് മുഖേന ഈ കാലഘട്ടത്തിൽ നാം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദാസത്വത്തിൽ വന്നുകൊണ്ട് വിശുദ്ധ ഖുർആന്റെയും ഇസ്ലാമിന്റെയും സംരക്ഷണത്തിന്റെ പ്രവർത്തികളിൽ ഭാഗവാക്കാകുന്നവരായി തീരുക. ലോകത്തിന് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കും. അഥവാ ലോകത്ത് യഥാർത്ഥത്തിലുള്ള സമാധാനം സ്ഥാപിക്കണമെങ്കിൽ അത് വിശുദ്ധ ഖുർആൻ മുഖേനയായിരിക്കും സ്ഥാപിതമാകുക. വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് ഇസ്ലാം സ്വീകരിക്കാത്തവരുടെ അവസ്ഥ ഈ വിധത്തിലാണ് വിവരിച്ചിരിക്കുന്നത്. ഖാലു നത്തബഇൽ ഹുദ, നത്തബഉൽ ഹുദ എന്നല്ല, നത്തബഇൽ ഹുദ മഅക നതഖത്തഫ് മിൻ അർളിന. അവർ പറയുന്നു, നിന്നിൽ ഇറങ്ങിയ ഈ സന്മാർഗം ഞങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ ഞങ്ങളെ രാജ്യത്തിൽ നിന്ന് വലിച്ചെറിയപ്പെടും. ഇസ്ലാമിക അധ്യാപനങ്ങളിൽ ആരോപണം ഈ കാരണം കൊണ്ടല്ല, അത് അക്രമത്തിന്റെയും ബലപ്രയോഗത്തിന്റെയും അധ്യാപനങ്ങൾ നൽകുന്നു. മറിച്ച് സ്വീകരിക്കാത്തവർ ഇസ്ലാമിനെ കുറിച്ച് ആക്ഷേപമായി പറയുന്നത് ഇതാണ്, അതായത് ഞങ്ങൾ നിന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇതിൽ സമാധാനത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും അധ്യാപനങ്ങളുണ്ട്. ഈ സമീപത്തുള്ള സമൂഹങ്ങൾ ഞങ്ങളെ നശിപ്പിക്കും. ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ സൗഹൃദത്തിന്റെ കൈനീട്ടുന്ന അധ്യാപനങ്ങളാണ്, സമാധാനവും സുരക്ഷിതത്വവും സ്ഥാപിക്കുന്ന അധ്യാപനങ്ങളാണ്, സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം നൽകുന്ന അധ്യാപനങ്ങളാണ്. അഥവാ ചില മുസ്ലിം സംഘടനകൾ ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഇത് അവരുടെ നിർഭാഗ്യാവസ്ഥയാണ്. വിശുദ്ധ ഖുർആൻ അതിന്റെ യഥാർത്ഥ വാക്കുകളിൽ അവരുടെ പക്കലുണ്ട്, എന്നാൽ അതനുസരിച്ചുള്ള പ്രവർത്തനം ഇല്ല. വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളുടെയും വിശുദ്ധ ഖുർആന്റെ കൽപ്പനകളുടെയും സംരക്ഷണം നടത്തേണ്ടിയിരുന്നത് ഇവർ ചെയ്യുന്നില്ല. ഇതിന്റെ സംരക്ഷണം മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ ജമാഅത്തുമാണ് ചെയ്യുക. ലോകത്തിന് നാം നമ്മുടെ അറിവ് കൊണ്ടും കർമ്മം കൊണ്ടും പറഞ്ഞു കൊടുക്കണം. ലോകത്തിന്റെ സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും അപകടം ഇസ്ലാം കൊണ്ടല്ല, മറിച്ച് ഇസ്ലാമിന് എതിരിലുള്ള ആളുകളെ കൊണ്ടാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഉദ്ധരണിയിൽ പറഞ്ഞതുപോലെ, അതായത് ഞാൻ വായിക്കുകയുണ്ടായി, ഇവർ ഇസ്ലാമിനെ അപമാനിക്കുന്നവർ കളവും വ്യാജാരോപണവുമാണ് ഉപയോഗിക്കുന്നത്. അവരുടെ ഈ കളവും വ്യാജാരോപണവും യഥാർത്ഥത്തിൽ ലോകത്തിനെ അസമാധാനത്തിലാക്കുകയാണ് ചെയ്യുന്നത്. ഇവർ തങ്ങളുടെ പ്രയോജനത്തിനു വേണ്ടി ലോകത്ത് തങ്ങളുടെ ഭൂമിശാസ്ത്രപരവും രാഷ്ട്രീയപരവുമായ ഉന്നതിക്കു വേണ്ടി കുഴപ്പം സൃഷ്ടിച്ചിരിക്കുകയാണ്. മുസ്ലിം രാജ്യങ്ങളിലെ കുഴപ്പങ്ങളിലും ചില വൻ രാജ്യങ്ങളുടെ പങ്കുണ്ട്. ഇപ്പോൾ വിവിധ പാശ്ചാത്യ മാധ്യമങ്ങൾ ഇവരുടെ സ്വന്തം ആളുകൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു, മുസ്ലിങ്ങളുടെ ഈ തീവ്രവാദ സംഘടനകൾ നമ്മുടെ ഭരണകൂടത്തിന്റെ ഉൽപ്പന്നമാണ്. അത് നാം ഇറാഖ് യുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ സിറിയയിലെ അവസ്ഥയ്ക്ക് ശേഷം ഉണ്ടാക്കിയതാണ്. ഈ കാരണം കൊണ്ട് ഞാൻ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തീവ്രവാദത്തിന്റെയും തെറ്റായ ഇസ്ലാമിക അധ്യാപനങ്ങൾ പ്രകടിപ്പിക്കുന്നവർ ശരിയാണ് എന്ന് പറയുന്നില്ല. എന്നാൽ ഈ അഗ്നിയെ ജ്വലിപ്പിക്കുന്നതിൽ വൻ ശക്തികൾക്കും ഏതായിരുന്നാലും പങ്കുണ്ട്. നീതിയോടുകൂടി പ്രവർത്തിക്കാത്തതിന്റെ ഒരു വലിയ കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത്. ഏതെങ്കിലും ഒരു വൻ ശക്തിയിൽ നിന്നൊരു വിവരണം വന്നു, ലോകം അത് അംഗീകരിക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള ഒരു കാലഘട്ടമല്ല ഇപ്പോൾ. മറിച്ച് എല്ലാ വിശകലനം നടത്തുന്നവരും മീഡിയ മുഖേന എല്ലാ ജനങ്ങളിലും എത്തും എന്നത്, അല്ലെങ്കിൽ തങ്ങളുടെ ചിന്താഗതി എത്തിക്കാൻ സാധിക്കും എന്നത് ഇപ്പോൾ വളരെ എളുപ്പമായിരിക്കുന്നു. ഇപ്പോഴും ഒരു ഭാഗത്ത് തീവ്രവാദികളെ ഇല്ലാതാക്കും എന്ന് പറയുന്നു, അവരിൽ ബോംബിടുന്നു. മറുഭാഗത്ത് അവർക്ക് ആയുധം എത്തിക്കുന്നവർക്കും തെറ്റായ രീതിയിൽ ധനം എത്തിക്കുന്നവർക്കും അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാട് നടത്തുന്നവർക്കും ഇവർക്ക് അറിവുണ്ടായിട്ടും ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഒന്നും നോക്കാതെ കണ്ണടച്ചിരിക്കുകയാണ്.
ലോകത്തിന്റെ സമാധാനവും ശാന്തിയും നശിപ്പിക്കുന്നവർ ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് എതിരിൽ ചരിച്ചുകൊണ്ട് ലോകത്ത് കുഴപ്പമുണ്ടാക്കുന്ന ഈ മുസ്ലിം സംഘടനകൾ മാത്രമല്ല, മറിച്ച് വൻ ഭരണകൂടങ്ങളുമാണ്. അവർ തങ്ങളുടെ പ്രയോജനത്തിന് പ്രാധാന്യം നൽകുന്നു. ലോകത്തിന്റെ സമാധാനം അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ കാര്യം മാത്രമാണ്. ഒരു യഥാർത്ഥ മുസ്ലിം ഈ കാര്യം അറിയുന്നു: അല്ലാഹു സലാം ആണ്. അവൻ തന്റെ സൃഷ്ടികളുടെ സമാധാനം ആഗ്രഹിക്കുന്നു. യഥാർത്ഥ മുസ്ലിങ്ങളിൽ തീർച്ചയായും അഹമ്മദികൾക്ക് തന്നെയാണ് അല്ലാഹു മനുഷ്യന് സമാധാനം നൽകുന്നതിനും ലോകത്ത് സമാധാനവും ശാന്തിയും നിലനിർത്തുന്നതിനും വേണ്ടി എത്രമാത്രം കൽപ്പനകളാണ് നൽകിയിരിക്കുന്നത് എന്ന ഗ്രാഹ്യം ഉള്ളത്. എത്രയധികം മാർഗനിർദ്ദേശം നൽകിയിരിക്കുന്നു. അല്ലാഹു ഒരു സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ പറയുന്നു: വഖീലിഹി യാ റബ്ബി ഇന്ന ഹൗലാഇ ഖൗമുൻ ലാ യുഅ്മിനൂൻ ഫസ്ഫ അൻഹും വഖുൽ സലാം ഫസൗഫ യഅലമൂൻ. അദ്ദേഹം പറഞ്ഞപ്പോൾ, എന്റെ നാഥ, ഇവർ വിശ്വസിക്കുന്നില്ല. അവൻ അല്ലാഹു പറയുന്നു: നീ അവരോട് വിട്ടുവീഴ്ച ചെയ്യുക. അവരോട് ഇത്രമാത്രം പറയുക: നിങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ. വളരെ അടുത്തു തന്നെ അവർ ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം അറിയും. ഇതാണ് വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിലേക്ക് വിളിക്കുമ്പോൾ കേൾക്കുന്നവർ നിരാകരിക്കുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു: അല്ലാഹുവേ, ഞാൻ ഇവരെ സമാധാനത്തിലേക്കും സുരക്ഷിതത്വത്തിലേക്കും വിളിക്കുകയാണ്, എന്നാൽ ഇവർ നിരാകരിക്കുന്നു. മറിച്ചിവർ നിരാകരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഈ സമൂഹം വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, സമാധാനത്തിന്റെ അധ്യാപനങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമല്ല, മറിച്ച് തിരിച്ച് എനിക്ക് സമാധാനം നൽകുന്നില്ല. ഞങ്ങൾ മുസ്ലിങ്ങളുടെ സമാധാനത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാഹു പറയുന്നു: ഫസ്ഫ അൻഹും, അവരോട് വിട്ടുവീഴ്ച കാണിക്കുക. ഇവർക്ക് അറിവില്ല, ഇവർക്ക് ബുദ്ധിയില്ല, വിഡ്ഢികളാണ്, കോപത്തിനടിമപ്പെടുന്നു. ഇവരുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ പറയുക: ഞാൻ നിങ്ങൾക്ക് സമാധാനം കൊണ്ടുവന്നിരിക്കുന്നു. എന്റെ സന്ദേശം സമാധാന സന്ദേശമാണ്. ഈ സന്ദേശമാണ് ഞാൻ എത്തിക്കുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഈ കൽപ്പനയാണ് വിശുദ്ധ ഖുർആനിൽ നൽകിയിരിക്കുന്നത്. ഇസ്ലാമിക വിരോധികളുടെ എല്ലാ അക്രമവും കണ്ടും സഹിച്ചും അവർക്ക് ഈ മറുപടി നൽകുക: ഞാൻ നിങ്ങൾക്ക് സമാധാനത്തിന്റെ സന്ദേശമാണ് നൽകുന്നത്. അത് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യും, ലോകത്ത് സമാധാനം നിലനിൽക്കുന്നതിനു വേണ്ടി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതാണ് കൽപ്പന എങ്കിൽ മറ്റെല്ലാ മുസ്ലിങ്ങൾക്കും ഈ കൽപ്പന എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. ഇന്നും ഇതാണ് അവസ്ഥയെങ്കിൽ നമ്മുടെ നിർബന്ധ കടമയാണ് നാം ഇതുപോലെ സന്ദേശം എത്തിക്കുക എന്നത്. നമ്മുടെ ജോലി സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശം എത്തിക്കുക എന്നതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, അഥവാ ഇസ്ലാമിന്റെ ഭാഗത്തു നിന്ന് എപ്പോഴെങ്കിലും വാളെടുത്തിട്ടുണ്ടെങ്കിൽ അത് സുരക്ഷിതത്വത്തിനും സമാധാനം സ്ഥാപിക്കുന്നതിനും വേണ്ടിയായിരുന്നു. അക്രമത്തിനു വേണ്ടി ഒരിക്കലും വാളെടുത്തിട്ടില്ല. വിശുദ്ധ ഖുർആൻ ഒരിക്കലും എവിടെയും നിങ്ങളുടെ വാക്കുകൾ അംഗീകരിക്കാത്തവർക്ക് എതിരിൽ വാളെടുക്കുക എന്ന കൽപ്പന നൽകിയിട്ടില്ല. അവരെ തകർത്ത് തരിപ്പണമാക്കുക എന്ന് പറഞ്ഞിട്ടില്ല. അഥവാ ഏതെങ്കിലും മുസ്ലിം സംഘടനകളോ മുസ്ലിം നേതാവോ തന്റെ കർമ്മങ്ങൾ കൊണ്ടതിനെ കളവാക്കുന്നുവെങ്കിൽ
എന്നിട്ട് ഞങ്ങൾ ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിലുള്ള ഇസ്ലാം അല്ല, മറിച്ച് അത് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണ്. അതാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അല്ലെങ്കിൽ വൻ ശക്തികളുടെ താല്പര്യങ്ങളാണ്. അവർ മുസ്ലിങ്ങളെ ഉപകരണങ്ങളാക്കിയിരിക്കുകയാണ്. പിന്നീട് ഇസ്ലാമിൽ ആരോപണം ഉന്നയിക്കുന്നു, അതിന്റെ അധ്യാപനങ്ങൾ അപ്രകാരമാണ് എന്ന്. ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ, റഹ്മാന്റെ ദാസന്റെ അടയാളം തന്നെ അള്ളാഹു പറഞ്ഞിരിക്കുന്നത്, വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. അറിവില്ലാത്ത ആളുകൾ അവരോട് കലഹിക്കുമ്പോൾ അവർ കലഹിക്കുന്നതിന് പകരമായി പറയുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമാധാനത്തിനായി ദുആ ചെയ്യുന്നു. ഇതാണ് വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ. ഈ അധ്യാപനങ്ങൾ തന്നെയാണ് എല്ലാ തലത്തിലും ശാന്തിയും സമാധാനവും നിലനിർത്തുന്നതിന് പരിശ്രമിക്കാൻ കൽപ്പന നൽകുന്നത്. നമ്മളിൽ ഓരോരുത്തരും, പ്രത്യേകിച്ച് യുവാക്കൾക്ക്, ഒരു വിധത്തിലുള്ള അപകർഷതാബോധത്തിനും അടിമപ്പെടേണ്ട ആവശ്യമില്ല. ഇത് ഇസ്ലാമാണ്, ഇസ്ലാം മാത്രമാണ് ലോകത്ത് സമാധാനത്തിന്റെയും ശാന്തിയുടെയും ജാമ്യമായി മാറുക. വിശുദ്ധ ഖുർആൻ മാത്രമാണ് സമാധാനത്തിനും ശാന്തിയും വ്യാപിപ്പിക്കുവാനും തീവ്രവാദം അവസാനിപ്പിക്കാനുമുള്ള അധ്യാപനങ്ങൾ നൽകുന്നത്. ഈ അധ്യാപനങ്ങളുടെ ഗ്രാഹ്യം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. ഈ അധ്യാപനം തങ്ങളിൽ നടപ്പിൽ വരുത്തേണ്ട ആവശ്യമുണ്ട്. ഈ അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക. ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തങ്ങളുടെ കർമ്മപരമായ മാതൃക കൊണ്ട് ലോകത്തിന് പറഞ്ഞു കൊടുക്കുക. ഇന്ന് വിശുദ്ധ ഖുർആന്റെ സംരക്ഷണത്തിനു വേണ്ടി അള്ളാഹു ഞങ്ങൾക്ക് തൗഫീക്ക് നൽകിയിരിക്കുന്നു. ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. വിശുദ്ധ ഖുർആന്റെ ശരിയായ തഫ്സീറും വിശദീകരണവും അതിന്റെ അർത്ഥപരമായ സംരക്ഷണം, ഇതിനായി അള്ളാഹു ഈ കാലഘട്ടത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചിരിക്കുന്നു. നമുക്ക് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിക്കാനുള്ള തൗഫീക്ക് നൽകി നമ്മെ ഈ പ്രവൃത്തിക്കായി അങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നമുക്കും തൗഫീക്ക് നൽകിയിരിക്കുന്നു. ഈ മനോഹരമായ അധ്യാപനങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കുന്ന ജോലി ഓരോ അഹമ്മദിയുടെയും ഉത്തരവാദിത്വമാണ്. ഈ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനു വേണ്ടി എല്ലാ അഹമ്മദി ആൺകുട്ടികളും പെൺകുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും പരിശ്രമിക്കേണ്ടതാണ്. ലോകം ഇപ്പോൾ ഏതൊരു അഗ്നികുണ്ഡത്തിന്റെ വായിലാണോ നിൽക്കുന്നത്, ഏത് സമയത്തും അത് അതിൽ വീണുപോകുന്ന അവസ്ഥയുണ്ടാകാം. അത്തരം സമയത്ത് ലോകത്തെ ഈ അഗ്നിയിൽ നിന്ന് വീഴുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പരിശ്രമിക്കുക എന്നത്, സമാധാനവും സുരക്ഷിതത്വവും നൽകുന്ന പ്രവൃത്തി ചെയ്യുക എന്നത് ഒരു അഹമ്മദിയുടെ ഉത്തരവാദിത്വമാണ്. അഹമ്മദികൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിനായി പരിശ്രമിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലക്ഷ്യം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവുമായി പ്രത്യേകമായ ബന്ധം ഉണ്ടാക്കുക എന്നതാണ്. അവന്റെ മുന്നിൽ കുനിയുക എന്നതാണ്. അവന്റെ തഖ്വ സ്വായത്തമാക്കുക എന്നതാണ്. അവന്റെ തഖ്വ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അപ്പോഴായിരിക്കും നാം നമുക്ക് സ്വയവും നമ്മുടെ തലമുറകൾക്കും ലോകത്തിനും സമാധാനവും സുരക്ഷിതത്വവും നൽകുന്നവരായി തീരുക. അത്തരം ഒരു സാഹചര്യത്തിനായി ഈ അവസ്ഥകൾക്കായി ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അഗ്നിയാണ്, എന്നാൽ അഗ്നിയിൽ നിന്ന് അവരെല്ലാവരും സുരക്ഷിതരാക്കപ്പെടും. ആരാണോ അത്ഭുതസ്മൃതനായ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത്. ഈ അത്ഭുത കേദാരവും എല്ലാ ശക്തികളുടെയും ഉടമസ്ഥനായ അള്ളാഹുവുമായുള്ള ബന്ധം അത് ഏറ്റവും സുദൃഢമാക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. അള്ളാഹുമായുള്ള സ്നേഹത്തിൽ വർധനവുണ്ടാക്കുന്നതിനായി നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു ഭൗതികരായിട്ടുള്ള ആളുകൾക്കും ബുദ്ധി നൽകുമാറാകട്ടെ. അവർ അള്ളാഹുവിന്റെ ശബ്ദം കേൾക്കുന്നവരും തങ്ങളുടെ പരിഷ്കരണം നടത്തുന്നവരും ആകുന്നതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. നാശത്തിന്റെ പടുകുഴി വീഴുന്നതിൽ നിന്ന് രക്ഷപ്പെടുമാറാകട്ടെ. നമസ്കാരത്തിനു ശേഷം ഞാൻ ഒരു ജനാസ ഹാസിറും 2 ജനാസ ഗായിബും നമസ്കരിക്കുന്നതാണ്. ജനാസ ഹാസിർ മുക്കറം ഇനായത്തുള്ള അഹമ്മദി സാഹിബിന്റേതാണ്. അദ്ദേഹം ഡിസംബർ 9-ാം തീയതി വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം മുബല്ലിഗെ സിൽസിലയായിരുന്നു ഒരു ദീർഘകാലം. ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അല്ലാ ബക്ഷ് സാഹിബ് എന്നായിരുന്നു. അദ്ദേഹം ഖാദിയാനിലെ അല്ലാ ബക്ഷ് സ്ട്രീം പ്രസിന്റെ
ഉടമസ്ഥനായിരുന്നു. ഇനായത്തുള്ള അഹമ്മദി സാഹിബിന്റെ ജനനം 1920 ജനുവരി 20-നാണ്. 5 വയസ്സുള്ളപ്പോൾ കാദിയാനിൽ വന്നു. തലീമുൽ ഇസ്ലാം കാദിയാനിൽ പ്രവേശിച്ചു. 1936 തലീമുൽ ഇസ്ലാം ഹൈസ്കൂളിൽ നിന്ന് മെട്രിക് പാസായി. 1939 കിഴക്കൻ ആഫ്രിക്കയിൽ മിലിറ്ററിയിൽ ക്ലർക്കായി നിയമിതനായി. ജൂലൈ 1944 അവിടെ നിന്നു വന്നു. 24-ാമത്തെ വയസ്സിൽ പിന്നീട് മെയ് 30, 1944 അദ്ദേഹം വഖഫ് ചെയ്തു. ജൂലൈ 1944 മുതൽ കിഴക്കൻ ആഫ്രിക്കയിൽ മുബല്ലിഗായി ജോലി ചെയ്തു. ഡിസംബർ 1979 വരെ 79 വരെ 60-ാമത്തെ വയസ്സിൽ റിട്ടയറായി. 44 മുതൽ ഡിസംബർ 73 വരെ 33 വർഷവും 3 മാസവും അദ്ദേഹത്തിന് പാകിസ്ഥാന് പുറത്ത് മുബല്ലിഗായി സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. 4 വർഷവും 4 മാസവും കെനിയയിൽ, 18 വർഷവും 11 മാസവും തെൻസാനിയയിൽ മുബല്ലിഗായി സേവനം ചെയ്തു. അതിനുശേഷം റിട്ടയർമെന്റ് വരെ പാകിസ്ഥാനിൽ സിയാൽകോട്ട്, ജംഗ് എന്നിവിടങ്ങളിൽ മുബല്ലിഗായും ജില്ലാ മുബല്ലിഗായും ജോലി ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. ഇദ്ദേഹത്തിന്റെ മക്കളിൽ 4 പെൺകുട്ടികളും 3 ആൺകുട്ടികളുമുണ്ട്. ഒരു മകൻ ഹബീബുല്ല അഹമ്മദി സാഹിബും മുറബിയാണ്. അദ്ദേഹത്തിന് വഖഫ് ചെയ്ത് സേവനം ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു. ഇനായത്തുള്ള അഹമ്മദി സാഹിബ് തൻസാനിയയിൽ ആയിരുന്നപ്പോൾ അവിടെ പ്രവർത്തനത്തിൽ വിശാലത ഉണ്ടായപ്പോൾ 1945 അത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു മുക്കറം മൗലാന ഷേഖ് മുബാറക് അഹമ്മദ് സാഹിബ് മർഹൂമിനെ സഹായിക്കുന്നതിനു വേണ്ടി അയച്ച മുബല്ലിഗീങ്ങളിൽ ചൗധരി ഇനായത്തുള്ള സാഹിബും ഉണ്ടായിരുന്നു. അവിടെ വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹം സേവനം ചെയ്തു. അതുപോലെ ഷേഖ് മുബാറക് അഹമ്മദ് സാഹിബ് വിശുദ്ധ ഖുർആന്റെ സവാഹിലി തർജുമ ചെയ്യുന്ന സമയത്തും ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി അദ്ദേഹത്തിന് സഹായികളെ നിയോഗിച്ചവരിൽ ചൗധരി ഇനായത്തുള്ള സാഹിബും മൗലാന ജലാലുദ്ദീൻ സാഹിബിനെയും ഉൾപ്പെടുത്തി. അങ്ങനെ അദ്ദേഹത്തിന് വിശുദ്ധ ഖുർആന്റെ സവാഹിലി തർജമയിലും പ്രവർത്തിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ദാറുസലാമിൽ അദ്ദേഹത്തിന് 3 വർഷം മിഷണറി ഇൻചാർജായി സേവനം ചെയ്യാനും തൗഫീക്ക് ലഭിച്ചു. ഒരിക്കൽ അദ്ദേഹം തന്റെ ഒരു ജമാഅത്തിലെ പള്ളിയിൽ നമസ്കരിപ്പിക്കുന്നതിനായി പോവുകയായിരുന്നു. പങ്കാലെ ജമാഅത്തിൽ സൈക്കിളിലായിരുന്നു പോയിരുന്നത്. അപ്പോൾ അഹമ്മദി സഹോദരങ്ങൾ പറഞ്ഞു, അനഹമ്മദി ഇമാമും മറ്റുള്ളവരും തന്ത്രം മെനഞ്ഞിരിക്കുന്നു. ഇമാം അവരെ തന്നോടൊപ്പം കൂട്ടിയിരിക്കുന്നു. പള്ളി കത്തിക്കുവാനും അത് കൈയെടുക്കാനും തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് താങ്കൾ പങ്കാലയിൽ പോകരുത്. അപ്പോൾ അദ്ദേഹം വളരെ ധൈര്യപൂർവ്വം മറുപടി നൽകി, ഞാൻ തീർച്ചയായും അവിടെ പോകുന്നതായിരിക്കും. ഏതായിരുന്നാലും അദ്ദേഹം യാത്ര തുടർന്നു. സൈക്കിളിൽ പോവുകയായിരുന്നു. വഴിയിൽ ഒരു സ്ഥലത്ത് വെച്ച് പങ്കാലയിലെ ചീഫിനെ കണ്ടു. അദ്ദേഹം ഇദ്ദേഹത്തെ സൈക്കിളിൽ കണ്ടപ്പോൾ തന്റെ കാർ നിർത്തുകയും കാറിൽ ഇരിക്കാൻ ക്ഷണിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ സൈക്കിളിൽ പോവുകയാണ്, കുഴപ്പമൊന്നുമില്ല. എന്നാൽ ചീഫ് നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം കാറിൽ ഇരിക്കുകയും ചീഫ് ഗ്രാമത്തിൽ കൊണ്ടുവരികയും ചെയ്തു. വഴിയിൽ വെച്ച് അദ്ദേഹം ചീഫിനോട് ഗ്രാമത്തിലെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹത്തിന് ലഭിച്ച വാർത്തയെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ ചീഫ് ആ ആളുകളെ എല്ലാവരെയും വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇദ്ദേഹം നമ്മുടെ അതിഥിയാണ്. അതിഥികളോട് ഒരിക്കലും മോശമായ പെരുമാറ്റം ഉണ്ടാവുകയില്ല. അങ്ങനെ ചെയ്യാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഇദ്ദേഹത്തിന് സാധ്യമായ സഹായം ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇമാമിനോടും വളരെയധികം കോപിച്ചു. എന്നു മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തിന്റെ പിന്നിൽ നമസ്കരിക്കുന്നതായിരിക്കും. അങ്ങനെ നമസ്കാരത്തിന്റെ സമയം വന്നപ്പോൾ ചീഫ് അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന് നമസ്കരിച്ചു. ആ പ്രദേശത്തെ ജനങ്ങളിൽ അദ്ദേഹത്തിന് വലിയ ഒരു സ്വാധീനമുണ്ടായിരുന്നു. വളരെ വിശാലമായ ബന്ധമുണ്ടായിരുന്നു. അള്ളാഹു മർഹൂമിന്റെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ തലമുറകൾക്കും ജമാഅത്തുമായും ഖിലാഫത്തുമായും ആത്മാർത്ഥതയുടെ ബന്ധം നിലനിർത്താനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. 2ാമത്തെ ജനാസ ഗായിബാണ്. അത് മൗലവി ബഷീർ അഹമ്മദ് സാഹിബ് കാല അഫ്ഗാന മർഹൂം ദർവേഷ് കാദിയാന്റേതാണ്. 87-ാമത്തെ വയസ്സിൽ ഡിസംബർ 7-ന് അദ്ദേഹം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
മൗലവി ബഷീർ അഹമ്മദ് സാഹിബ് കാല അഫ്ഗാന മർഹൂം ബദർ പത്രത്തിന്റെ ദർവേഷ് പതിപ്പിൽ പ്രസിദ്ധീകരിച്ച തന്റെ സ്വയം വിവരണത്തിൽ പറയുന്നു, വിനീതന്റെ ഒരു സുഹൃത്ത് മുക്കറം മുഹമ്മദ് അഹമ്മദ് സാഹിബ് കാല അഫ്ഗാന കാദിയാനിൽ വന്നു. ഞാൻ ഡേരാബാമ നാനക്കിൽ പരീക്ഷ എഴുതി ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുക്കറം മുഹമ്മദ് അഹമ്മദ് സാഹിബ് സന്ദേശം അയച്ചു. അദ്ദേഹം ചുങ്കിയിലെ ജോലി ഉപേക്ഷിച്ച് അൽഫദലിന്റെ ഓഫീസിൽ ജോലി ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് നീ എന്റെ സ്ഥാനത്ത് ചുങ്കിയിൽ ജോലിക്ക് ചേർന്നുകൊള്ളുക. അന്ന് അദ്ദേഹം അഹമ്മദിയായിരുന്നില്ല. 1940 കാര്യമാണ് പറയുന്നു. വിനീതൻ എന്റെ ഗ്രാമത്തിൽ നിന്നും കാദിയാനിൽ വന്നു. ചുങ്കിയിൽ ജോലി ആരംഭിച്ചു. ഞാൻ കാദിയാനിൽ ജോലിക്ക് വരുമ്പോൾ അന്ന് എനിക്ക് അഹമ്മദിയത്തിനെ കുറിച്ച് അധികം അറിവില്ലായിരുന്നു. ഞാൻ ഒരു മുസ്ലിം സുഹൃത്തിനോട് പറഞ്ഞു, എനിക്ക് നമസ്കരിക്കാനായി കാദിയാനികളുടെ അല്ലാത്ത ഒരു പള്ളി പറഞ്ഞു തന്നാലും എനിക്ക് അവരുടെ പള്ളിയിൽ പോകാൻ സാധിക്കുകയില്ല. ആ മുസ്ലിം എനിക്ക് മസ്ജിദ് അക്സയിലേക്കുള്ള വഴി പറഞ്ഞു തന്നു. പറയുന്നു, ഞാൻ അവിടെ പോയപ്പോൾ വലിയൊരു പള്ളി കണ്ടു. ചിലർ നമസ്കരിക്കുന്നു, ചിലർ തിലാവത്ത് ചെയ്യുന്നു. വളരെ മനോഹരമായ മിനാരമുണ്ട്. ഞാൻ ഹൃദയത്തിൽ വളരെയധികം സന്തോഷിച്ചു. നമ്മുടെ പള്ളി വളരെ നല്ലൊരു പള്ളിയാണ്. ഇനി ഞാൻ കാദിയാനികളുടെ പള്ളിയിൽ പോകുന്നതല്ല. ഒരു ദിവസം അറിയാൻ സാധിച്ചു അത് അഹമ്മദികളുടെ തന്നെ പള്ളിയാണ്. പറയുന്നു, ഒരു ദിവസം അഹ്റാരികളുടെ പള്ളിയിലും പോയി. എന്നാൽ അവിടുത്തെ അവസ്ഥ കണ്ട് പ്രതിജ്ഞ എടുത്തു, ഇനി എപ്പോഴും മസ്ജിദ് അക്സയിൽ മാത്രമേ നമസ്കരിക്കുകയുള്ളൂ. പിന്നീട് മെല്ലെ ഒരു അഹമ്മദി സുഹൃത്തുമായി പരിചയപ്പെട്ടു. അദ്ദേഹം ജമാഅത്തിനെ കുറിച്ച് ഇദ്ദേഹത്തിന് അറിവ് നൽകി. അങ്ങനെ സന്മാർഗദർശനി മറ്റു ഗ്രന്ഥങ്ങളും നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, അള്ളാഹു വിനീതന് അഹമ്മദിത്വ സ്വീകരിക്കാനുള്ള തൗഫീക്ക് നൽകി. 1947 രാജ്യം വിഭജിച്ചു. അതിർത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നിർദ്ദേശാനുസരണം ഖുദ്ദാം വിദൂരങ്ങളിൽ നിന്ന് മർക്കസിന്റെ സംരക്ഷണത്തിനായി വന്നു. പറയുന്നു, ആ അവസരത്തിൽ വിനീതനും തന്റെ പേര് മർക്കസിന്റെ സംരക്ഷണത്തിനായി സമർപ്പിച്ചു. അത് അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ അള്ളാഹു ദർവേഷുകളിൽ ഉൾപ്പെടാനുള്ള തൗഫീക്ക് നൽകി. പറയുന്നു, ബയ്യത്ത് ചെയ്തതിനു ശേഷം എന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും പ്രത്യേകിച്ച് മാതാപിതാക്കൾ വളരെയധികം എതിർപ്പ് പ്രകടിപ്പിച്ചു. രാജ്യവിഭജന സമയത്ത് എന്നോട് തങ്ങളോടൊപ്പം വരിക എന്ന് പറഞ്ഞു. ഞാൻ അഹമ്മദിയായതിൽ വളരെയധികം ഖേദം പ്രകടിപ്പിച്ചു. എന്നാൽ ഞാൻ നിരാകരിച്ചപ്പോൾ വളരെയധികം കരഞ്ഞുകൊണ്ട് എന്റെ മാതാവും പിതാവും ശ്രമം നടത്തി. ഏതായിരുന്നാലും ഞാൻ തിരിച്ചുപോയില്ല. ദീനിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകി എന്നല്ല. പറയുന്നു, എന്റെ മാതാവിന്റെ കാഴ്ചശക്തിയും ഈ ദുഃഖത്താൽ മെല്ലെ ഇല്ലാതായിക്കൊണ്ടിരുന്നു. 1952 ഇദ്ദേഹത്തിന്റെ വിവാഹം ഹൈദരാബാദിലെ സഹൂർദ്ദീൻ സാഹിബിന്റെ മകളുമായി നടന്നു, അമത്തുനിസ സാഹിബയുമായി. ഇതിൽ ഇദ്ദേഹത്തിന് 2 മക്കളുണ്ട്, മഹമ്മൂദ് അഹമ്മദ് സാഹിബും ഷുഐബ് അഹമ്മദ് സാഹിബും. ഷുഐബ് സാഹിബ് വഖഫെ സിന്ദഗിയാണ്, നാസിർ ബൈത്തുൽ മാൽ ഖർച്ചാണ് ഇപ്പോൾ കാദിയാനിൽ. അതുപോലെ ഇദ്ദേഹത്തിന്റെ ഒരു മരുമകൻ വഖഫെ സിന്ദഗിയാണ്, കാരി നവാബ് അഹമ്മദ് സാഹിബ്. ഇദ്ദേഹത്തിന് ഗ്രാമ മുബല്ലിഗായി മഹാരാഷ്ട്ര, കർണാടക എന്നിവിടങ്ങളിൽ സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. തബ്ലീഗിൽ ഇദ്ദേഹത്തിന് വളരെയധികം താല്പര്യം ഉണ്ടായിരുന്നു. ഏതെങ്കിലും ബോർഡിലോ ചട്ടയിലോ മറ്റോ എഴുതുമായിരുന്നു. ഇമാം മഹ്ദി അലൈഹി സ്വലാം വന്നു. ആളുകൾ എല്ലാവരും വായിക്കുന്നതിനും പിന്നീട് അതിനുശേഷം തബ്ലീഗ് ആരംഭിക്കുമായിരുന്നു. ഇതുപോലെ തന്നെ വിവിധ ഓഫീസുകളിലും അദ്ദേഹത്തിന് സേവനത്തിനുള്ള തൗഫീക്ക് ലഭിച്ചു. ബദർ പത്രത്തിന്റെ മാനേജറായി. ഇതുപോലെ ലങ്കർഖാനയിലും മറ്റു സ്ഥലങ്ങളിലും ജോലി ചെയ്തു. ഇദ്ദേഹത്തിന് വളരെ വിശാലമായ ബന്ധം ഉണ്ടായിരുന്നു. ഓഫീസർമാരുമായും ഭരണകൂടങ്ങളുമായും ഇദ്ദേഹത്തെ വളരെയധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. വാർദ്ധക്യമായിരുന്നിട്ടും എല്ലായ്പ്പോഴും പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിക്കുമായിരുന്നു. ഏതുവരെ എന്നാൽ വഫാത്തായ ദിവസവും ലോഹർ അസർ നമസ്കാരം പള്ളിയിൽ വന്ന് നമസ്കരിച്ചു. മസ്ജിദ് മുബാറക്കിന്റെ പഴയ ഭാഗം, അവിടെ നിന്ന് പ്രത്യേകിച്ച് നമസ്കരിക്കുമായിരുന്നു. ദർശനങ്ങളും കശ്ഫുകളും ഉണ്ടാകുന്ന ആളായിരുന്നു. ദുആ ചെയ്യുന്ന വ്യക്തിത്വമായിരുന്നു. എല്ലാവരുമായി ഇടപഴകുന്ന ആളായിരുന്നു. അധികവും പുതുതായി വഖഫെ സിന്ദഗികൾ, യുവാക്കൾ ഇദ്ദേഹത്തിന്റെ സഹവാസത്തിൽ നിന്ന് വളരെയധികം അനുഗ്രഹം കരസ്ഥമാക്കാറുണ്ടായിരുന്നു. അള്ളാഹു മർഹൂമിന്റെ ദർജകൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾക്കും അദ്ദേഹത്തിന്റെ ദുആകളുടെയും നന്മകളുടെയും അവകാശികളാക്കി തീർക്കട്ടെ. ജനാസ, മൂന്നാമത്തെ ജനാസ മുക്കറമ സയ്യിദ കാനിത്ത ബേഗം സാഹിബ ഒഡീസയുടേതാണ്. അവർ നമ്മുടെ വഖഫെ സിന്ദഗി ഡോക്ടർ താരിഖ് അഹമ്മദ് സാഹിബ് ഇൻചാർജ് നൂർ ഹോസ്പിറ്റൽ ആണിപ്പോൾ കാദിയാനിൽ. അദ്ദേഹത്തിന്റെ മാതാവാണ്. ഒക്ടോബർ 16 ഇവർ വഫാത്തായി. ഇന്ന ലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊൻ. വളരെ മിതവ്യശീലമുള്ള, സാധാരണ പ്രകൃതിക്കാരിയായ, സഹനശീലയായ, നന്ദി പ്രകടിപ്പിക്കുന്ന, ദരിദ്രരെ സേവിക്കുന്ന, നന്മ നിറഞ്ഞ മുഖ്ലിസായ വനിതയായിരുന്നു. തന്റെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസവും നല്ല തർബിയത്തും ഇവർ നൽകി. ഇവരുടെ ഭർത്താവ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ആയിരുന്നു.
വളരെ ചുരുങ്ങിയ ശമ്പളമാണ് ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും അദ്ദേഹം തന്റെ ദരിദ്രരും ആവശ്യക്കാരുമായ ബന്ധുക്കളെ സേവിക്കുമായിരുന്നു. ഈ കാര്യത്തിൽ മർഹൂമ കാനിത്ത സാഹിബയുടെ സഹകരണം നല്ലവണ്ണം ഉണ്ടായിരുന്നു. ഒരിക്കലും ആക്ഷേപം പറഞ്ഞില്ല, മറിച്ച് എല്ലായ്പ്പോഴും പ്രോത്സാഹനം നൽകി. അള്ളാഹു മർഹൂമയുടെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ, ഇവരുടെ നന്മ ഇവരുടെ തലമുറകളിലും നിലനിർത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.